ഹായ്, നമസ്കാരം. ഞാൻ അരുൺ തഥാഗത്. അങ്ങനെ ഇന്ന് ഈ വണ്ടിയുമൊത്ത് യാത്ര തുടങ്ങിയിട്ട് കൃത്യം 1 വർഷം പൂർത്തിയാവുകയാണ്. കഴിഞ്ഞ വർഷം ജൂലൈ 22-ന് തേവര SH കോളേജിൽ നിന്ന് എന്നെ ലാൽ ജോസ്, ജില്ലാ കളക്ടർ, അവരൊക്കെ വളരെ ഒരു പരിചയമില്ലാഞ്ഞിട്ട് ഞാനൊരു സുഹൃത്തും മുഖാന്തരം വിളിച്ചപ്പോഴേക്കും ഓടി വന്ന് അവിടെ തങ്ങി, അവിടെ ലേറ്റായതുകൊണ്ട് താമസിച്ച് അങ്ങനെ വന്ന ലാൽ ജോസ്, അതുപോലെ കളക്ടർ, ഇടുക്കിയിലായിരുന്നിട്ട് ഇതിനു വേണ്ടി മാത്രം വന്ന കളക്ടർ, അങ്ങനെ ഓരോരുത്തരോടും നന്ദി പറഞ്ഞിരുന്നെങ്കിൽ അവിടുത്തെ ഫാദർ തോമസ്, അങ്ങനെ ഓരോരുത്തരോടും പറഞ്ഞു പോയിരുന്നെങ്കിൽ തീരാത്തത്ര കൊണ്ട് ഞാൻ ആ പേരുകൾ ഓരോന്നും പറഞ്ഞു പോകുന്നില്ല. അങ്ങനെ അവിടെ നിന്ന് യാത്രയാക്കി നേരെ പാരീസിലേക്ക് വിമാനത്തിൽ വന്ന് അവിടെ നിന്നാണ് ഒളിമ്പിക്സ് വേദിയിൽ നിന്നാണ് ആരംഭിച്ചത്. ഈ ഒരു കൊല്ലം അതിമനോഹരമായിരുന്നു. ഒരു നിമിഷം പോലും മടുക്കാതെ എന്നും പുതിയ കാഴ്ചകൾ, പുതിയ അനുഭവങ്ങൾ. ഈ നാട്ടുകാർ, യൂറോപ്യൻസ്, അത് ഞാൻ ആ യാത്ര പോകുന്നതിന് മുമ്പ് ഏഷ്യാനെറ്റിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ പറയുകയാണ്, യൂറോപ്യൻസ് ഒന്നും അങ്ങനെ മൈൻഡ് ചെയ്യില്ല എന്ന് എഴുതി ഇറങ്ങിയെടുത്തെന്ന്. ഇപ്പോൾ വരുമ്പോഴടക്കം ഇതിനകത്ത് ഇരിക്കേണ്ട ഇപ്പോഴും ഒരു ചോക്ലേറ്റ്, ഒരു വലിയ കൂറ്റൻ ബാർ ചോക്ലേറ്റ് ഇരിക്കേണ്ട. ഒരാൾ കണ്ടപ്പോഴേക്കും ഒരു ലേഡി ഓടി വന്ന്, അവർക്ക് ഇംഗ്ലീഷൊന്നും അറിയില്ല, എന്നിട്ടും ഓടി വന്ന് അവർ ചോക്ലേറ്റുമായിട്ട് കൊണ്ടുവന്ന് തന്നത്. അങ്ങനെ ഇതെല്ലാം കൊണ്ടാണ് ഇങ്ങനെ യാത്ര തുടരാൻ സാധിച്ചത്. അപ്പോൾ അതിനകത്ത് മലയാളികളും വിദേശികളും എല്ലാം, പ്രത്യേകിച്ച് മാധ്യമങ്ങൾ, നമ്മളുടെ നാട്ടിലെ മാത്രമല്ല, ദേശീയ മാധ്യമങ്ങൾ മാത്രമല്ല, ഒരുപാട് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ എനിക്ക് വലിയ കവറേജ്. ഒമാൻ ഒബ്സർവർ പോലുള്ള ഒമാനിലെ നാഷണൽ ന്യൂസ് പേപ്പർ ഒരു ഫുൾ പേജ് കവർ സ്റ്റോറി അടക്കം, അങ്ങനെ ചൈനയിലെ ചാനലുകൾ, അങ്ങനെ കണക്കില്ലാത്ത ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലുകൾ, സോഷ്യൽ മീഡിയകൾ, ഇവരെല്ലാവരുമാണ് എന്നെ ഇത്രയും സഹായിച്ചിട്ടുള്ളത്, മലയാളികളും. അങ്ങനെ പ്രത്യേകിച്ച് നന്ദി പറഞ്ഞാൽ തീരാത്തതുകൊണ്ട് ഓരോരുത്തരും പേരെടുത്ത് നന്ദി പറയുന്നില്ല, എങ്കിലും എന്നെ സഹായിച്ച കേരള ബാങ്കിന് പ്രത്യേകം നന്ദി. അതുപോലെ ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയും ഒരു കൊല്ലം കൂടി യാത്ര തുടരുമെന്നാണ് കരുതുന്നത്. ഒരു കുഞ്ഞ് ലോൺ കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 3 മാസം എന്തായാലും ഓടും. അപ്പോഴേക്കൊക്കെ എന്തെങ്കിലുമൊക്കെ മാർഗം കണ്ടെത്തുമായിരിക്കാം. നമ്മളുടെ ഇന്ത്യൻ പാസ്പോർട്ട് കൊണ്ട് അത്ര എളുപ്പമല്ല യാത്ര. എന്നിട്ടും എനിക്ക് ഇത്രയും നീണ്ട വീസ തന്ന യൂറോപ്യൻ യൂണിയന്, അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇവിടെയൊക്കെ സഞ്ചരിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഞാനിനി എങ്ങനെ സ്കാൻഡിനേവിയയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. സന്തോഷം. അപ്പോൾ നമുക്കെല്ലാവർക്കും അടുത്ത വർഷം കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ. സന്തോഷം, സ്നേഹം, എല്ലാവർക്കും നന്ദി.